നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകളുടെയും ജീവിതത്തിൽ തികച്ചും അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് ഒരു തരത്തിലും ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ അംഗീകരിക്കാനോ പറ്റാത്ത തരത്തിൽ എന്തോ ഒരു വലിയ കാര്യം അല്ലെങ്കിൽ എന്തോ ഒരു വലിയ മാറ്റം വന്ന് ചേർന്നിരിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ചിലപ്പോൾ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം, അതല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കാം. പലർക്കും ഒരു വിവാഹമോചനം ഇപ്പോൾ വന്ന് ചേർന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കൂടാതെ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന ആളുകളെ കാണുന്നുണ്ട്. കൂടാതെ പ്രിയപ്പെട്ട ആരുടെയൊക്കെയോ വേർപാടിൽ വളരെയധികം സങ്കടപ്പെട്ടിരിക്കുന്ന ആളുകളെയും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ മാനസികമായിട്ടായാലും ശാരീരികമായിട്ടായാലും നിങ്ങളെ വളരെയധികം തളർത്തിയ തരത്തിൽ എന്തോ ഒരു കാര്യം ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ആളുകളുടെ ഒരു എനർജിയാണ് കാണുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടും എന്ന് ചിന്തിച്ച് നിങ്ങളിൽ പല ആളുകളും കരഞ്ഞിട്ടുള്ള ഒരുപാട് രാത്രികൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം. ഇപ്പോഴും ജീവിതത്തിൽ എന്ത് ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള ശരിയായിട്ടുള്ള ഒരു ധാരണ നിങ്ങളിൽ പലർക്കും ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഇത്തരമൊരു സാഹചര്യത്തിൽ നിന്നും ജീവിതത്തെക്കുറിച്ച് പുതിയൊരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുറത്തേക്ക് വരാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങളുടെ ഇത്തരം സാഹചര്യങ്ങൾ വെറും താൽക്കാലികം മാത്രമാണ് എന്നുള്ളതാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്. ഈ ഒരു സമയവും നിങ്ങളിൽ നിന്നും വൈകാതെ തന്നെ കടന്നു പോവും എന്നുള്ളതാണ്. അതേപോലെ നിങ്ങളുടെ നിലവിലെ മോശം സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു മാനസിക ശക്തിയെ വീണ്ടെടുക്കാനായിട്ട് ഒരു ഏകാന്തത നിങ്ങൾക്ക് ഇപ്പോൾ വളരെ അത്യാവശ്യമാണെന്ന് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ചുറ്റുമുള്ളവരിൽ നിന്നൊക്കെ കുറച്ചൊരു അകലം പാലിച്ച് നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും ഒക്കെ ലഭിക്കുന്ന ഇടങ്ങളിൽ കൂടുതൽ സമയം ചിലവഴിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിലെ ആത്മവിശ്വാസം, ശക്തി, കഴിവ് ഇവയൊക്കെ നിങ്ങൾക്ക് വീണ്ടെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. കൂടാതെ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്, അനാവശ്യമായിട്ടുള്ള ചില പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ ചില വാക്ക് തർക്കങ്ങളിലൊക്കെ ചെന്ന് അകപ്പെടാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന്. ഇനി അത്തരമൊരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടായാൽ തന്നെ അവിടെ ക്ഷമയോടെ ഇരിക്കാനും എന്ത് കാര്യം പറയുന്നതിന് മുൻപായിട്ടും അതിനെക്കുറിച്ച് നന്നായിട്ട് ആലോചിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട്. അതേപോലെ ഇവിടെ നിങ്ങളിൽ പലർക്കും വളരെ കാലമായിട്ട് നിങ്ങൾ കാത്തിരുന്ന ഏതോ ഒരു കാര്യം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന അല്ലെങ്കിൽ എത്തിച്ചേരാൻ പോകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഒരുപക്ഷെ ഒരു വിവാഹത്തിന് വേണ്ടി അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ വേണ്ടി ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന ആളുകളായിരിക്കാം നിങ്ങളിൽ പലരും. അപ്പോൾ ആ ഒരു ആഗ്രഹത്തിലേക്ക് നിങ്ങളിൽ പലരും ഇപ്പോൾ അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. കൂടാതെ നിങ്ങളിൽ പലർക്കും ജോലി, പഠനം എന്നിവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വിദേശത്തേക്ക് പോകാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. അതേപോലെ നിങ്ങളെന്ന വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏതൊരു കാര്യത്തിനു വേണ്ടി നിങ്ങൾ മുന്നിട്ടിറങ്ങിയാലും അവിടെ നിങ്ങൾ മനസ്സറിഞ്ഞ് എത്ര വേണമെങ്കിലും കഷ്ടപ്പെടാനായിട്ട് തയ്യാറാവുന്ന ആളുകളാണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതായത് എത്ര വേണമെങ്കിലും കഷ്ടപ്പെടാനായിട്ട് നിങ്ങൾക്ക് ഒരു മടിയുമില്ല. ഒരുപക്ഷെ മറ്റുള്ളവർക്ക് വളരെ പ്രയാസമായിട്ട് തോന്നുന്ന കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങളായാലും വിഷമങ്ങളായാലും മറ്റുള്ളവരോട് തുറന്നു പറയാനോ അല്ലെങ്കിൽ അത് പ്രകടിപ്പിച്ച് നടക്കാനോ ഒന്നും ആഗ്രഹിക്കാത്ത ആളുകളാണ് നിങ്ങൾ എന്നുള്ളതാണ് കാണുന്നത്. കൂടാതെ സ്നേഹസമ്പന്നരായ ആളുകളാണ്. അതേപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ എത്ര നേട്ടങ്ങൾ വന്നു ചേർന്നാലും അതല്ലെങ്കിൽ നിങ്ങൾ എത്ര ഉയരത്തിലെത്തിയാലും കടന്നു വന്ന വഴികളെക്കുറിച്ച്
സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ എപ്പോഴും ചിന്തിക്കാറുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ വളരെയധികം ശക്തരായിട്ടുള്ള ആളുകളാണെന്ന് യൂണിവേഴ്സ് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നിങ്ങളിലെ ആ ഒരു ശക്തി നിങ്ങൾ സ്വയം മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടതാണെന്നുള്ള ഒരു സന്ദേശവും യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ പരിശ്രമങ്ങളിൽ, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ ആരെല്ലാം നിങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാലും, ആരെല്ലാം നിങ്ങളെ മാനസികമായിട്ട് തളർത്താൻ ശ്രമിച്ചാലും അവിടെയൊന്നും തളരാതെ ശക്തമായിട്ട് തന്നെ പൊരുതി നിങ്ങൾ മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുന്നതാണ്. കൂടാതെ സന്തോഷകരമായിട്ടുള്ള പല വാർത്തകൾ കേൾക്കാൻ, അതേപോലെ തന്നെ സന്തോഷകരമായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളായാലും അവിടെ നിങ്ങൾക്കൊരു ബഹുമാനം, അംഗീകാരമൊക്കെ കിട്ടുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഇപ്പോൾ തൊഴിൽ മേഖലയുടെ കാര്യം പറയുകയാണെങ്കിൽ പല വ്യക്തികൾ മൂലവും സാഹചര്യങ്ങൾ മൂലവും മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന വ്യക്തികളായിരിക്കാം നിങ്ങളിൽ പലരും. നിങ്ങളുടെ നിലനിൽപ്പിനെ പോലും ബാധിക്കുന്ന രീതിയിൽ ഏതെങ്കിലും വ്യക്തികൾ നിങ്ങൾക്കെതിരെ നിന്ന് പ്രവർത്തിക്കുന്നുണ്ടാവാം. അപ്പോൾ അത്തരം ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങളിൽ നിന്നും വിട്ടുപോകുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അതായത് വ്യക്തികൾ, സാഹചര്യങ്ങൾ ഇവയൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നുണ്ട്. നിങ്ങളെ അംഗീകരിക്കുന്ന കൂടുതൽ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു സമയമാണ് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾ ദൈവിക സംരക്ഷണമുള്ള വ്യക്തികളാണ്. അതിനാൽ തന്നെ നിങ്ങൾ ഏത് ശക്തിയിലാണോ വിശ്വസിക്കുന്നത് ആ ഒരു ശക്തിയെ മുറുകെ പിടിക്കാനായിട്ട് ശ്രമിക്കുക. ഏതൊരു സാഹചര്യത്തിലും ആ ഒരു ശക്തിയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും അപ്രതീക്ഷിതമായിട്ടുള്ള പല വഴികളും നിങ്ങളിലേക്ക് വന്നു ചേരാൻ ആ ശക്തി നിങ്ങളെ സഹായിക്കുന്നതാണ്. ഏതൊരു സാഹചര്യത്തിലും നിങ്ങൾക്ക് കൂട്ടായിട്ട് ആ ഒരു ശക്തി നിലകൊള്ളും എന്നുള്ളതാണ് കാണുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്നിനു പിറകെ ഒന്നായിട്ട് നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. അവിടെ നിങ്ങൾക്കൊരു ആത്മവിശ്വാസം, ഈശ്വരനിലുള്ള ഒരു വിശ്വാസം ഇവയൊക്കെ വർദ്ധിച്ചു വരുന്നതാണ്. അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും പ്രാർത്ഥിക്കുക. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് മാച്ചായിട്ട് വരുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.